ഓരോരോ യാത്രകൾക്കും ഓരോരോ സ്റ്റോറി പറയാനുണ്ടാവും. അങ്ങനെ എൻ്റെ ന്യൂ ഇയർ സ്റ്റോറിയാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒത്തിരി തവണ വയനാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ യാത്ര ഒരു ഇച്ചിരി സ്പെഷ്യലാണ്. 2020 21 ഒരു മാസ്മരിക പീസ്ഫുൾ ജേർണി. ഞാനും എൻ്റെ ഫ്രണ്ട് ബോബി ചൂടിയാണ് പോയിണ്ടായിരുന്നു. അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലൈഫിൽ ഫസ്റ്റ് പുറത്തിറങ്ങിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ന്യൂ ഇയർ അത്. കോഴിക്കോട് നിന്ന് അമ്പലവയലിലേക്ക് ആനവണ്ടി കയറി. നീണ്ട 9 മാസത്തിന് ശേഷം ആനവണ്ടി കയറുന്നത്. പക്ഷെ പണ്ടത്തെ ആ വൈബ് തന്നെ കിട്ടി. ആകെയുള്ളൊരു വ്യത്യാസം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും മുഖത്തും താടിയിലൊക്കെ ആയിട്ട് മാസ്ക് ഇരിപ്പുണ്ട്. പിന്നെ വിൻഡോ സീറ്റും മഴയും അവളോടുള്ള കത്തിയടിക്കലും സ്നാക്സ് കഴിക്കലും അങ്ങനെ ടോട്ടലി ബസ് യാത്ര പൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലവയലിലേക്ക് പോകുന്നത് ഓൾറെഡി ന്യൂ ഇയർ പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ബാക്ക് പാക്കേഴ്സ് കമ്മ്യൂ എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ അടുത്ത് നിന്ന്. സോ ഞങ്ങൾ ബസ് ഇറങ്ങിയതും അവർ വന്ന് ഞങ്ങൾ പിക്ക് ചെയ്തു. ക്യാമ്പ് സൈറ്റിലേക്കുള്ള എൻട്രി നൈസായിരുന്നു. പൂത്ത് നിൽക്കുന്ന കാപ്പിത്തോട്ടത്തിന് നടുവ് കൂടെ കുത്തനെ കയറ്റം. ശരിക്കും ഒരു ചെറിയ ട്രക്കിംഗ് തന്നെയായിരുന്നു അത്. വീഴല്ലേ? പിന്നീട് ആകെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. കയറി ചെന്നപ്പോൾ തന്നെ പരിചയമില്ലാത്ത ഒരുപാട് ഫേസ് കണ്ടു. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ നിന്ന് ഒരു ബോസ് വന്നിട്ട് ഞങ്ങളെ ടെൻറ്റ് കാണിച്ചു തന്നു. ലൈഫിൽ ഫസ്റ്റ് ടൈം ആ ടെൻറ്റ് കയറുന്നത്. ആകെ എക്സൈറ്റഡ് ആയിരുന്നു. ഉള്ളിൽ കയറിയപ്പം ചെറുപ്പത്തിൽ ഈ കുട്ടിപ്പരയിലൊക്കെ കളിച്ച് ഓർമ്മ വന്നു. പിന്നെ റെസ്റ്റൊക്കെ എടുത്ത് നേരെ പുറത്തിറങ്ങി. ഒരുപാട് പേരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എല്ലാവരും നല്ല കമ്പനിയാണ്. കൂട്ടത്തിൽ ഫസ്റ്റ് പരിചയപ്പെട്ട സിസി ടീച്ചർ എടുത്താ. പുള്ളിക്കാർ വേറെ ലെവലാ. അമ്മ വിളിക്കുന്ന കാര്യം അവരോട് പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ 7 മണിയോടുകൂടി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ക്യാമ്പ് ഫയർ, മ്യൂസിക്കൽ നൈറ്റ്, സ്റ്റോറി ടെല്ലിംഗ്, ഡാൻസ്, കേക്ക് കട്ടിങ്, പൂത്തിരി, അങ്ങനെ ഫുൾ ഓൺ പരിപാടീസ്. ഈ പ്രായത്തിൽ നിങ്ങൾ എല്ലാവരിലും എല്ലാം ട്രൈ ചെയ്യുന്ന കാര്യങ്ങൾ അത് ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്താണോ എങ്ങനെയാണോ ട്രസ്റ്റ് യുവർ സെൽഫ്, ബി കോൺഫിഡൻറ്റ്. ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ നിങ്ങളുടെ 100% സെൽഫ് കോൺഫിഡൻസിന്റെ എക്സാമ്പിൾ ആണ്. അങ്ങനെ റെവല്യൂഷണറി ആയിട്ടുള്ള 2020 21 മൊമെന്റ് ഒരേ പൊളി. പിന്നെ കുറേ നേരത്തെ ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് ക്ഷീണം പിടിച്ചപ്പോൾ നേരെ ടെൻറ്റ് പോയി കൂടണഞ്ഞു. അങ്ങനെ 2021 ഫസ്റ്റ് ഡേ സ്റ്റാർട്ടിംഗ് ആണ്. ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് കോർഡിനേറ്റർ വന്ന് വിളിച്ചപ്പോഴാണ് എണീക്കുന്നത്. ടെൻറ്റ് തുറന്നപ്പം സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. പിന്നെ എങ്ങനെയൊക്കെയോ നീറ്റ് മാറ്റി ഇറങ്ങി. ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിൻ്റെ തൊട്ട് മുകളിലുള്ള മലയാണ് അമ്പൂത്തി മല. അങ്ങോട്ടാണ് ട്രക്ക് ചെയ്യുന്നത്. പുലർച്ചയ്ക്ക് 4:30 നീറ്റ് തണുത്ത് വിറച്ച് ടോർച്ച് അടിച്ച് ഒരുപാട് അങ്ങ് കയറി. പക്ഷെ ഒട്ടും നഷ്ടമായില്ല. ആ വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയുമില്ല. ഓൾമോസ്റ്റ് പൂർണ്ണചന്ദ്രനും നീലാകാശം, കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളും കിടിലൻ തണുപ്പും പെരും കാറ്റും. അങ്ങനെ ഞങ്ങളെല്ലാവരും സൺറൈസിന് വേണ്ടി സൂര്യനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബോസ് ഒരു ഇച്ചിരി ലേറ്റാണ്, എന്നിരുന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നു.
അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിലേക്ക് ട്രക്ക് ചെയ്യാൻ തുടങ്ങി. തള്ളി പറക്കാൻ അതെ അതെ, ഇനി ഒന്നുകൂടെ പറയാമോ? അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസും സമ്മാനിച്ച് ഒരു നല്ല യാത്ര കൂടെ അവസാനിക്കാൻ പോവാം. വെറും ഒരു ദിവസം കൊണ്ട് കുറേ കാലത്തേക്കുള്ള ഓർമ്മകളും കൊണ്ടാണ് ഞങ്ങൾ പോരുന്നത്. ഒട്ടും പരിചയമില്ലാത്തവർ ഒരു ഫാമിലി പോലെയായി. ഇതുപോലത്തെ നല്ല നല്ല എക്സ്പീരിയൻസുകളാണ് ഇനിയും യാത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. പുതിയ വഴി ഉണ്ടാക്കിയതോ? അങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്രഷായി ഫുഡ് കഴിച്ച് എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. യാത്രകൾക്ക് നമ്മളോട് പറയാൻ ഒരുപാടുണ്ട്. കേൾക്കാൻ തയ്യാറായ ഒരു മനസ്സുണ്ടെങ്കിൽ സംഭവം കിടുക.